ഇങ്ങനെ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഉമ്മ പഠിച്ചിട്ടുണ്ട്, ഉപ്പ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കുടുംബത്തിലെ മറ്റ് മെമ്പർമാര് പഠിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബ ജീവിതം നരകം തന്നെ. അവിടെ പിന്നെ പിശാചിന്റെ വിളയാട്ടത്തിന്റെ കേന്ദ്രമാണ്. അവിടെ ബാപ്പയെ അനുസരിക്കുന്ന മക്കളുണ്ടാവില്ല. പിന്നെ അവിടെ പ്രശ്നമായി, പിന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗമായി, പിന്നെ ലഹരിയുടേതായ ഉപയോഗമായി, അതിന് വേണ്ട പണം ചോദിക്കലായി. പണം കിട്ടില്ലെന്ന് വരുമ്പോ അത് നൽകാത്ത ഉമ്മയുടെ ആഭരണങ്ങൾ കൊള്ളയടിക്കലായി. എല്ലാം തീർന്നവസാനിക്കുമ്പോഴും ലഹരിയുടേതായ ആ വല്ലാത്തൊരു ആർത്തിമൂത്തുകൊണ്ട് അവസാനം ഉമ്മ തടസ്സമാണെന്ന് വരുമ്പോ, ഉപ്പ തടസ്സമാണെന്ന് വരുമ്പോ മക്കള് അതാ കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിയിട്ട് പൊന്നാര ഉമ്മമാരെ, നിങ്ങൾ താരാട്ടി വളർത്തിയ അതേ അരുമസന്താനങ്ങളുടെ കൈ കൊണ്ട് വെട്ടേറ്റുകൊണ്ട് നിങ്ങൾ മരിച്ചു പോകേണ്ട ഒരു ദുരന്തത്തിലേക്ക് വഴുതി വീഴുന്നത് ഏതെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയ പ്രകാശം നിങ്ങളുടെ കുടുംബത്തിലെ മെമ്പർമാരും മനസ്സിലാക്കിയിരിക്കണം. അതല്ലാതെ നിങ്ങളവരെ അങ്ങ് അവരുടെ പാട്ടിന് വിട്ടാൽ നിങ്ങൾ പറയുന്ന അനുസരിക്കുന്ന മക്കൾ ഉണ്ടാവില്ല.